CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, ഡയറക്ടർ ബൈ സനൂപ് സത്യൻ. ഒരു ഡീസൻറ്റ് ക്രൈം ത്രില്ലർ. ഒരു ക്രൈം ത്രില്ലറിനപ്പുറം ഇറ്റ്സ് ലൈക്ക് എ ഹൂ ഡൺ ഇറ്റ് മിസ്റ്ററി. സിനിമയുടെ പേര് പോലെ തന്നെ സിനിമ തുടങ്ങുന്നത് ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. SI രാമചന്ദ്രൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. പുള്ളി റിട്ടയർ ആവാൻ കുറച്ച് മണിക്കൂർ കൂടി ബാക്കിയുള്ളപ്പോൾ പുള്ളി ആ സമയം കൂടി ഉപയോഗിച്ച് ഒരു കേസ് അന്വേഷിച്ച് സോൾവ് ചെയ്യണതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം കാണിച്ചു തന്നെയാണ്. പുള്ളി റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുമ്പോൾ പുള്ളിയുടെ ലൈഫ് ഭയങ്കര എംപ്റ്റി ആയിട്ട് പോവുകയും പുള്ളിയുടെ ലൈഫിന് ആകെ മീനിങ് കൊടുക്കുന്ന കാര്യം കേസ് അന്വേഷണം മാത്രമാണ്. അങ്ങനെ പുള്ളി ചെറിയ ചെറിയ പെറ്റി കേസുകൾ സോൾവ് ചെയ്യുകയും അതിൽ പുള്ളി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് പുള്ളിക്കൊരു കേസ് വരുന്നതും ആ കേസ് സോൾവ് ചെയ്യുന്നതുമാണ് സിനിമയുടെ കഥ. കലാഭവൻ ഷാജോണാണ് ഈ സിനിമയുടെ അകത്ത് CID രാമചന്ദ്രനായിട്ട് അഭിനയിക്കുന്നത്. കലാഭവൻ ഷാജോൺ ആ റോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിംഗ് റോൾസിൽ വന്ന ബൈജു സന്തോഷും ബാക്കി ആക്ടേഴ്സ് എല്ലാം അവരുടെ റോൾസ് നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ആകെ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത് കലാഭവൻ ഷാജോണിൻ്റെ വൈഫ് ക്യാരക്ടർ കുറച്ച്. സനൂപ് സത്യൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ലിജോ പോളിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഈ പടത്തിൽ അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് മെഷർമെൻറ്റ് കൊടുത്ത്. അറ്റ് ടൈംസ് ഇത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും. ബിക്കോസ് ചിലർക്ക് ഇത് ചെറിയ രീതിയിലെങ്കിലും ബ്ലാൻഡായിട്ട് തോന്നാം. സോ ടു എൻഡ് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI അത്യാവശ്യം നല്ല ഒരു ഡീസൻറ്റ് വൺ ടൈം വാച്ച് മൂവിയാണ്. ഐ ഫീൽ ഇതിനൊരു CBI സീരീസ് പോലെ ഒരു ഫ്രാഞ്ചൈസി ആക്കാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണ്. കാരണം എൻ്റെ ക്യാരക്ടറിൻ്റെ റൈറ്റിംഗ് അത്യാവശ്യം നൈസാണ്. So take care.